കോട്ടയം നഗരസഭയിലെ 3 കോടിയുടെ പെൻഷൻ തട്ടിപ്പിൽ സംസ്ഥാന ഓഡിറ്റ് വിഭാഗം പരിശോധന നടത്തുന്നു. ഫയലുകൾ, ബാങ്ക് ഇടപാട് രേഖകൾ എന്നിവ അടക്കം പരിശോധിക്കും. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ കോട്ടയത്ത് നിന്ന് ചേരുന്നു. സനോജ്, നേരത്തെ തന്നെ ഒരു ജീവനക്കാരൻ വലിയ തട്ടിപ്പ് നടത്തിയിരുന്ന വാർത്തകൾ പുറത്തുവരികയും ഇയാൾ കസ്റ്റഡിയിലാവുകയും അതിൻ്റെ തുടർച്ചയായിട്ടാണോ ഇപ്പോൾ ഈ പരിശോധന നടക്കുക? ഈ പെൻഷൻ ഇടപാടിൽ മാത്രമാണോ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്? തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നഗരസഭയിൽ വിവിധ തരത്തിലുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ച് ഈ കേസെടുത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് കോട്ടയം നഗരസഭയിലെ ഓഡിറ്റ് വിഭാഗം ഇന്ന് പരിശോധന നടത്തിയിട്ടുള്ളത്. 3 കോടിയുടെ പെൻഷൻ തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ പരിശോധന. ഫയലുകളും ബാങ്ക് ഇടപാടുകളും മറ്റ് രേഖകളുമാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യപ്രതി അനിൽ സി വർഗീസ് നിലവിൽ ഒളിവിലാണ്. അദ്ദേഹത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെരച്ചിൽ അന്വേഷണ സംഘം വ്യാപകമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് അന്വേഷണത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന ഓഡിറ്റ് വിഭാഗം ഇന്ന് പരിശോധന നടത്തുന്നത്. എത്രത്തോളം രൂപ തട്ടിപ്പ് നടത്തി എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത പോലും കോൺഗ്രസ് ഭരിക്കുന്ന കോട്ടയം നഗരസഭയ്ക്ക് ഇതുവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടെയാണ് സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, സനോജാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോട്ടയം നഗരസഭയിലെ 3 കോടിയുടെ പെൻഷൻ ഫണ്ട് തട്ടിപ്പിൽ ഓഡിറ്റ് വിഭാഗം പരിശോധന നടത്തുന്ന വിവരങ്ങളാണ് സനോജ് സുരേന്ദ്രൻ നൽകിയത്.